അതിൽ അങ്ങേറ്റം ദുഃഖകരമായ സംഭവമാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ആ കുട്ടികളുടെ പഠനമാണ്, കുട്ടികളുടെ ഭാവിയാണ്. അതിന് നമുക്കെല്ലാം കൂടി എല്ലാ സപ്പോർട്ടും കൊടുക്കാം. എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അവരെ അങ്ങോട്ട് കൊണ്ടുപോകണം, രേഖകളെല്ലാം ഏറ്റെടുത്തു. നമസ്കാരം. ഒരു നാടിനെ മൊത്തം ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു കൊട്ടാരക്കര നെടുവത്തൂർ ആനക്കോട്ടൂർ സംഭവിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് കിണറ്റിൽ ചാടിയ അർച്ചനയും രക്ഷിക്കാൻ കൊട്ടാരക്കരയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിനിടയിൽ സുഹൃത്തും കിണറിന്റെ സൈഡും ഇടിഞ്ഞു വീണ് മരണപ്പെടുകയുണ്ടായി. അർച്ചനയുടെ മരണത്തോടുകൂടി അനാഥമായ 3 കുട്ടികളെ CWC ഏറ്റെടുക്കുന്നു. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അവരുടെ നേതൃത്വത്തിൽ CWC ഉദ്യോഗസ്ഥരും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. KN ബാലഗോപാൽ വീട് അതെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഇവിടുന്ന് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് പോകുമോ? ഇവിടുന്ന് കൗൺസിലിംഗ് കൊടുത്തിട്ട് കൊണ്ടുപോകണം. അല്ല, ഞാൻ ചോദിച്ചു ഇവിടുന്ന് കൗൺസിലിംഗ് ഇവിടുന്ന് കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചു. പ്രധാനമന്ത്രി ദുരന്തം നടന്ന വീട് സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ചെയർമാന്. കാര്യം അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളോട് നിർദ്ദേശിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. കുട്ടികളോട് സംസാരിക്കുകയും മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ തന്നെ അതിൻ്റെ ഓർഡറെല്ലാം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇട്ടിരുന്നു. കുട്ടികൾക്ക് വേണ്ട സംരക്ഷണവും ശ്രദ്ധയെല്ലാം കൊടുക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന തരത്തിലേക്ക് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ, കൗൺസിലിംഗ് ഇന്ന് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആരംഭിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും 3 കുട്ടികൾക്കും കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 3 പേരെയും ഒരു ഹോമിൽ തന്നെ പാർപ്പിക്കുന്നതിനുള്ള കാര്യക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് 3 കുട്ടികളെ ഒരേ ഹോമിൽ തന്നെ നിർത്തണമുള്ള കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഇപ്പോഴും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളുടെ ക്രമീകരണവും നേരത്തെ ഇവിടെ പറഞ്ഞ കണക്ക് തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം ഒരുക്കത്തക്ക രീതിയിൽ നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാവുകയാണ്. ബാലാവകാശ ക്യാമ്പയിനുകളൊക്കെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരികയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചാൽ കുട്ടി IAS വേണം, സിവിൽ സർവീസിൻ്റെ കോച്ചിങ്, അതുപോലെ ഡാൻസ് പഠനം, ഇതെല്ലാം ജില്ലാ ഭരണകൂടവും ജില്ലാ ശിശുക്ഷേമ സമിതിയും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസും ഒക്കെ ഏറ്റെടുത്ത് കുട്ടിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ പറഞ്ഞ തരത്തിൽ കുട്ടിക്ക് കൗൺസിലിന് കൊടുക്കുമ്പോൾ തന്നെ മറ്റു കാര്യങ്ങളും തുടർന്ന് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പോലീസും പരിശോധിച്ച് വരികയാണ്. ജില്ലാ ശിശുക്ഷേമ സമിതി എന്ന രീതിയിൽ ഈ കാര്യങ്ങളിൽ വളരെ നേതൃത്വപരമായ പങ്ക് ഇന്നലെ മുതൽ വഹിച്ചുകൊണ്ട് വരികയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എല്ലാ കാര്യങ്ങളും സജീവമായി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച മീഡിയയൊക്കെ ഈ കാര്യങ്ങൾ ക്യാമ്പയിൻ കൊണ്ടുവരുന്നതിനായി നിങ്ങളുമെല്ലാം ഒരുമിച്ച് നിൽക്കണം. ഇത്തരത്തിൽ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കണക്ക് നമ്മുടെ ജില്ല ഒരു ബാലസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ നേതൃത്വപരമായ പങ്ക് വഹിച്ചു വരുന്ന സമയത്താണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വരുന്നത്. ഹൈസ്കൂളിലാണ് മൂത്ത കുട്ടി, മറ്റേ 2 കുട്ടികൾ ചെറിയ ക്ലാസ്സുകളിലാണ്. അപ്പോൾ അവരുടെ തുടർന്നുള്ള ജീവിതം വലിയ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ അവരെ കൃത്യമായിട്ട് നോക്കണം. അമ്മയില്ല, അവരുടെ അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ നോക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ മരണം നടന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ബന്ധപ്പെട്ടിരുന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ വോളണ്ടിയർമാരും എല്ലാം അവിടെ വന്നിരുന്നു. അപ്പോൾ ആ വീടുമായിട്ടിപ്പം കുട്ടികൾ സംസാരിച്ചു. കുട്ടികൾ നല്ല പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ്. മൂത്ത കുട്ടിയാണ് കുറച്ച് പക്വതയുള്ളത്, പ്രായം ഹൈസ്കൂളായത്. അതൊക്കെ കൂടുതൽ നന്നായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ 3 കുട്ടികളെയും ശിശുക്ഷേമ സമിതി അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യും. വാസ്തവത്തിൽ 21 വയസ്സ് വരെ ശിശുക്ഷേമ സമിതിയുടെ ശ്രദ്ധയുണ്ടാവും. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ധാരാളം നോക്കുകയും നല്ലപോലെ പഠിക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് നല്ല പഠിക്കണം. മൂത്ത കുട്ടിയാണ് കുറച്ച് പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അതിന് നല്ല ഏത് തലത്തിൽ വരെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മറ്റു കുട്ടികൾക്കുണ്ട്. പിന്നെ കലാപരിപാടികളൊക്കെ, ഡാൻസും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവരുടെ പഠിത്തത്തിന് നോക്കാനുള്ള സൗകര്യം ശിശുക്ഷേമ സമിതിയിൽ നിന്നുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും, CWCയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ CWC കാര്യങ്ങൾ ചെയ്യുമ്പം അതൊരു ഇവരെ അങ്ങ് നമുക്കൊന്നും നോക്കാൻ പറ്റാതെ പോവല്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എല്ലാ കാര്യങ്ങളും നോക്കും. ഇത് പലതരത്തിലുള്ള കുട്ടികൾക്ക് അവർ സഹായം എത്തിക്കാറുണ്ട്. ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇവർക്ക് രക്ഷകർത്താക്കൾ അങ്ങനെ ഇല്ല, കാര്യമായിട്ട് നോക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് നാട്ടുകാർ ഇങ്ങനെ 3 കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതല്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളും ജില്ലാ പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികളെല്ലാം ഉണ്ട് ഇവിടെ.
അവരുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവും, നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാവും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ സംസാരിക്കും. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളും ഈ CWC അതിൻ്റെ ശ്രമങ്ങൾ നടത്തും. അവർക്ക് പഠിക്കാം, ഒരുമിച്ച് ബുദ്ധിമുട്ട് വരത്തില്ല എന്ന നിലയിലാണ് നമ്മൾ ഈ കാര്യം തുറത്ത് എന്താ വേണ്ടതെന്നുള്ളത് ഇവിടെ നിന്നുള്ള കാര്യവും CWC ഭാരവാഹികൾ അറിയിക്കും. പല തരത്തിലുള്ള പഠിക്കുവാൻ ആവശ്യപ്പെട്ട് അവർക്ക് പല ആഗ്രഹങ്ങൾ കാണും. അതൊക്കെ നോക്കാനുള്ള സംവിധാനം ഉണ്ടാവും. സോണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇതിനകത്ത് വന്ന് രക്ഷപ്പെടുത്താൻ വന്ന ഒരാൾ അപകടത്തിൽപ്പെടുക എന്ന് പറയുന്ന സംഭവമാണ്. ആറ്റിങ്ങലാണ് വീട്. ഇനിയിപ്പം കുടുംബത്തിൻ്റെ സഹായം എല്ലാം ഗവൺമെൻറ് അതിന് കൃത്യമായ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവരുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാരിൻ്റെ ഉണ്ട്. ഇപ്പം അല്ലാതുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. അത് നഷ്ടം വലിയ നഷ്ടമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് സഹായിക്കാൻ പറ്റും. കുടുംബത്തിനെ സഹായിക്കാനും ഒക്കെ ഉള്ള എല്ലാ പദ്ധതിയും ഉണ്ടാവും. ഞാൻ അവരുടെ ഇന്നിപ്പോൾ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പം 4 മണി കഴിയുമ്പം ആ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും പോകുന്നുണ്ട്. അപ്പം അവിടെയും അതും നമുക്ക് ഈ പറഞ്ഞ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലൊക്കെ ഇങ്ങനൊരു ദുരന്തം വളരെ അപൂർവമാണ്. ഫയർഫോഴ്സുകാർ എപ്പോഴും റിസ്ക് നേരിടുന്നതാണ്. പക്ഷേ ഇത് അപ്രതീക്ഷിതമായൊരു റിസ്ക്കായിപ്പോയി. അപ്പോൾ അതിനും അങ്ങേയറ്റം അനുശോചനം രേഖപ്പെടുത്തുന്നു. ഏറ്റവും ധൈര്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി ഈ പ്രവർത്തനത്തിൽ നിന്നതിന് അങ്ങനെയുള്ളവരുടെ ആ ധീരത നമ്മൾ പ്രത്യേകം കാണണം. അങ്ങോട്ടും അനുശോചനം രേഖപ്പെടുത്തുന്നു. അവിടെയും ഇത്തരം വരുന്ന പ്രശ്നങ്ങളെ നല്ല സമചിത്തതയോട് ഇടപെട്ടുകൊണ്ട് ഈ കരുതൽ നൽകുന്ന കാര്യത്തിൽ ജില്ലാ ശിശുക്ഷേമ സമിതി അതിൻ്റെ പ്രവർത്തനം നടത്തി വരികയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന കുട്ടികൾക്ക് എല്ലാ പരിരക്ഷയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ വിദ്യാഭ്യാസം മാത്രമല്ല അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കത്തക്ക രീതിയിലാണ് ഗവൺമെൻറ് അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങളിൽ ശിശുക്ഷേമ സമിതിയും അതിൻ്റെ പങ്ക് തീർച്ചയായിട്ടും കരുതൽ വഹിക്കും. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ ഇവിടെ നടന്നത്. ഒരു പെൺകുട്ടി കിണറ്റിൽ ചാടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരെ രക്ഷിക്കാൻ വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുന്നു. ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളിവിടെ ഇന്നലെ ഈ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് ഏറ്റവും ആശങ്ക ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഈ കുട്ടികളുടെ ഭാവി സംബന്ധിച്ചായിരുന്നു. 9ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന 3 കുട്ടികളാണ് മരിച്ച അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നു. ആ കുട്ടികളുടെ ഭാവി എന്തായിത്തീരുമെന്നതിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ KN ബാലഗോപാലിൻ്റെയും ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ ദേവിദാസിൻ്റെയും എല്ലാം ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും അവർ അടിയന്തരമായിട്ട് ഈ കാര്യത്തിനകത്ത് ഇടപെടുകയും CWCയും അതേപോലെ തന്നെ ശിശുക്ഷേമ സമിതി കൗൺസിലുമെല്ലാം ഈ കാര്യത്തിനകത്ത് കാര്യക്ഷമമായി ഇടപെടുകയെല്ലാം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ അവരെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് എവിടെ വരെ പഠിക്കാൻ പറ്റുമോ അവിടെ വരെ അവർ പഠിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുമെല്ലാം സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അത് ആ നിലയിൽ തന്നെ നടപ്പാക്കുകയും ചെയ്യും. നമ്മളുടെ ഇന്ന് ഈ കുട്ടികളെ ചൈൽഡ് വെൽഫെയർ സെൻ്ററിലോട്ട് അതിൻ്റെ ഏറ്റെടുത്ത് നമ്മുടെ മന്ത്രി, ബ്ലോക്ക് പ്രസിഡൻറ്റ്, മറ്റ് പല ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഒത്തൊരുമയോട് കൂടെ നിന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു ഏറ്റവും നല്ല ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഇപ്പം നമ്മളിവിടെ സർക്കാരിൻ്റെ നടപടികളിലേക്ക് ഏറ്റെടുത്തേക്കുന്നത്. ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ്. എല്ലാം കൊണ്ടും കുട്ടികൾക്ക് നല്ല സംരക്ഷണയുമാണ്. ഞങ്ങൾ ജനപ്രതിനിധികൾ എന്നൊക്കെ പറയുന്ന രീതിക്ക് ഈ കുട്ടികളെ ഇങ്ങനെ ഏറ്റെടുത്തൊരു വലിയ ഒരു ദൗത്യം തന്നെയാണ്. അപ്പം വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഇത്രയൊക്കെയുള്ളൂ പറയാം. നമുക്കിവിടെ ഉണ്ടായ ഈ സംഭവം വളരെ ദുഃഖകരമായ കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ദുരന്തവാദ്യമാണ്. ഒരു പെൺകുട്ടി എടുത്ത് കിണറ്റിലേക്ക് ചാടുന്നു. അവരെ രക്ഷിക്കുവാൻ വേണ്ടി പെട്ടെന്ന് ഫയർഫോഴ്സ് സമയബന്ധിതമായി തന്നെ എത്തുന്നു. കാരണം താമസം പോലും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ അവരെത്തുന്നു. അവരെത്തിയിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി ആ പെൺകുട്ടിയുമായി മുകളിലേക്ക് വരുമ്പോഴാണ് നിർഭാഗ്യവശാൽ ഈ കിണറിൻ്റെ കൈവരി തകർന്ന് കിണറിടിഞ്ഞ് അതിനകത്തേക്ക് വീഴുന്നതും ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണി എസ് കുമാർ അപകടത്തിൽപ്പെടുന്നതും. അതോടൊപ്പം തന്നെ ശിവകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു യുവാവ് ആ കിണറ്റിലേക്ക് ചാരി നിന്ന ആൾ കൂടി വീഴുകയാണ്. അങ്ങനെ 3 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം വളരെ ദുഃഖകരമാണ്. അതിനുശേഷം 3 കുട്ടികളാണ് മരിച്ച അർച്ചനയ്ക്കുള്ളത്. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച് പഠിക്കാൻ മിടുക്കരായ കുട്ടികളാണ്. മൂത്ത കുട്ടി 9ാം ക്ലാസ് പഠിക്കുകയാണ്. ഇളയത് കുറച്ചുകൂടെ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ ഈ പറയുന്ന പോലെ വരുന്ന കാലങ്ങളിൽ അവരുടെ സംരക്ഷണം സ്വാഭാവികമായിട്ടും ഒരു ചോദ്യചിഹ്നമായി മാറിയപ്പോഴാണ് ശിശുക്ഷേമ സമിതി അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറായത്. അപ്പം ധനകാര്യമന്ത്രി ഉൾപ്പെടെ വന്ന് കളക്ടറുടെയൊക്കെ നിർദ്ദേശാനുസരണം CWC ആ കുട്ടികളെ ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു ഭാവിക്ക് എന്തുകൊണ്ടും
നല്ലതാണ് ആ തീരുമാനം. കാരണം കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് വേറെ സംരക്ഷിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയാണ്. അമ്മയുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും കുട്ടികളെ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു പ്രാപ്തിയുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശിശു ക്ഷേമ സമിതി ഈ കുട്ടികളെ ഏറ്റെടുത്തതിൽ വളരെ നല്ല ഒരു കാര്യമാണ്. കുട്ടികളുടെ ഭാവി തീർച്ചയായിട്ടും അവിടെ വളരെ സുരക്ഷിതമായിരിക്കും. പഠിക്കാൻ മിടുക്കിയായ കുട്ടിയാണ്. ആ കൊച്ചിന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ്. ആ മൂത്ത കുട്ടി ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നെടുവത്തൂർ EVHSൽ പഠിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ ഉയരങ്ങളിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം ആ കുട്ടിക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ നിലപാടുണ്ടായിരിക്കുന്നത്. ആ വീട് അവരുടെ സ്വന്തമാണ്. പഞ്ചായത്ത് നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുത്തതാണ്. ഇവരിവിടെ ഒരു 6-7 വർഷമായുള്ളൂ ഇവിടെ താമസമായിട്ട്. നമ്മളെ നാടിനെ ആകെ ഭീതിയിലാക്കിയ വലിയൊരു മഹാദുരന്തമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒന്ന്, അച്ഛനില്ലാത്ത 3 കുട്ടികൾ അനാഥാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങുന്നതിനിടയിൽ അദ്ദേഹം ദാരുണമായ അന്ത്യം നേരിട്ടു. ഈ 3 കുട്ടികളെയും കൊല്ലം ജില്ലാ ശിക്ഷാ സമിതി ബഹുമാനപ്പെട്ട കളക്ടറുടെയും അതുപോലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി KN ബാലഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ പഠനത്തോടൊപ്പം തന്നെ എല്ലാ സംരക്ഷണവും, മൂത്ത കുട്ടിയെ IAS പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിനും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ആ ചെലവുകൾ നിർവഹിക്കുന്നതിനും ആ കുട്ടികളെ സംരക്ഷിക്കുന്ന ആവശ്യമായ എല്ലാ സംവിധാനവും ചെയ്യുന്നതിന് ശിക്ഷാ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തന ഭാഗമായി ഇന്ന് കുട്ടികളെ CWC ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഏറ്റവും അടുത്ത ദിവസം ഈ ചടങ്ങുകൾക്ക് വേണ്ടി കുട്ടികളെ വീണ്ടും തിരിച്ചുകൂടെ കൊണ്ടുവരും. തുടർ പഠനവും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യത്തിനും സംരക്ഷണം ഒരുക്കുന്നുള്ള എല്ലാ സംവിധാനവും ഗവൺമെൻറ് മുന്നോട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ശിക്ഷാ സമിതി കഴിഞ്ഞ ദിവസം തൊട്ട് ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ കൊല്ലം ജില്ലാ ശിക്ഷാ സമിതിയുടെ കൊല്ലത്തൊരു ഹോസ്റ്റലുണ്ട്, അവിടുത്തെ ഇപ്പോൾ മാറ്റും. അവിടെ നിന്ന് ഇപ്പോൾ കുട്ടികളുടെ പഠനം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് തുടർന്നുള്ള എല്ലാ ക്രമീകരണം ചെയ്യും. അതനുസരിച്ച് അവിടെ ഹോസ്റ്റലും സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ മറ്റു കുട്ടികളുണ്ട്, +2 വരെയുള്ള കുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ട് അവിടെ. അവർക്കൊപ്പം ഇവരെ ക്ലാസ്സുകൾ ക്രമീകരിച്ച് ക്ലാസ്സുകളിലേക്ക് മാറ്റുന്നതിന് ആവശ്യ സംവിധാനം ചെയ്യും. കൗൺസിലിംഗ്, ഡോക്ടർമാരെ, സംവിധാനം എല്ലാം ഉള്ള നല്ല കുടുംബത്തിൻ്റെ എല്ലാ അന്തരീക്ഷങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടുത്തെ സങ്കടമൊക്കെ മാറി അവർ യഥാർത്ഥത്തിൽ അവരിപ്പോൾ വളർന്ന സാഹചര്യമല്ല, ഏറ്റവും മെച്ചപ്പെട്ട സാഹചര്യത്തിൽ അവർക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സംരക്ഷണം ഒരുക്കുന്ന എല്ലാ സംവിധാനത്തോടും ആ കുട്ടികൾക്ക് എല്ലാ കരുതലും ഈ ഗവൺമെൻറ് കൊടുക്കും.